അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പച്ചു വീട്ടിലെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ കാശ്മീർ വ്ളോഗിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ഒരു റിസോർട്ടിലെത്തി നിർത്തിയതാണ് പറഞ്ഞത്. പിന്നെ ആ റിസോർട്ടിലെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ പോയ കാഴ്ചകളും. അപ്പോൾ നമ്മൾ പോയത് താമസിക്കുന്ന റിസോർട്ട് കൊലഹായ് റിസോർട്ടാണ്. അത് പഹൽഗാമിലാണ്. പഹൽഗാം എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടാവാൻ തന്നെ കാരണം ഈ പഹൽഗാമാണ്. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു തീയായി കിടക്കുന്നതാണ് പഹൽഗാം എന്നുള്ള സ്ഥലം. അവിടെയാണ് ഞങ്ങളുടെ ഈ റിസോർട്ട് ഉണ്ടായിരുന്നത്. റിസോർട്ടിൽ നിറച്ചും വില്ലകളാണ്. ഓരോ വില്ലകളാണ് നമുക്ക് ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഓരോ വില്ലയിലും 4ഉം 5ഉം റൂംസൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു 3 റൂം അവർ ഷെയർ ചെയ്ത് തന്നു. വില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസും ആയിരുന്നു. മാത്രമല്ല അവരുടെ റൂം സർവീസ് വളരെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡ് എടുത്ത് പറയേണ്ടതാണ്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അന്നത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. നല്ല തണുപ്പുള്ള സമയമായിരുന്നു ആ പ്ലേ ഏരിയയിൽ. പക്ഷെ തണുപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മക്കളെല്ലാവരും അടിച്ച് പൊളിച്ച് കളിച്ചു. ഞങ്ങളാരും പുറത്തിറങ്ങിയില്ല, കാരണം തണുപ്പ് കണ്ടതുകൊണ്ട്. പക്ഷെ അവരൊരു കോട്ട് പോലും ഇടാതെ ആ തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് കളിച്ചു. ഞങ്ങൾക്ക് പേടിയായിരുന്നു പനി എങ്ങാനും വരുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല, അൽഹംദുലില്ലാ. അങ്ങനെ അന്ന് നമ്മൾ രാത്രി ടൂർ പോയി എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കുകയും എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്നായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളന്ന് തിരിച്ചത്. അപ്പോൾ പഹൽഗാമിൽ മൊത്തം ഉള്ളത് കുറേ വാലീസാണ്. ഒരുപാട് വാലീസ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലീസ്. അപ്പോൾ അവിടേക്ക് നമുക്ക് 2 മാർഗ്ഗമാണ് പോകാനുള്ളത്. ഒന്നില്ലെങ്കിൽ നമുക്ക് പോണി റൈഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാറ് ചൂസ് ചെയ്യാം. അപ്പോൾ പോണി റൈഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2.5 hours നമ്മൾ യാത്ര ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ വെച്ചിട്ട് എനിക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം മറ്റുള്ളവരും അത് പ്രിഫർ ചെയ്തില്ല. കാരണം ഈ 2.5 hours നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കുതിരപ്പുറത്ത് പോകണ്ടേ. പിന്നെ കുതിരപ്പുറത്ത് പോവാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു അഡ്വഞ്ചറസ് റൈഡ് നമുക്ക് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോ ഫാമിലി ഓരോ ഇന്നോവയായിട്ട് ബുക്ക് ചെയ്ത് ഒരു 5 or 6 ഇന്നോവയിലായിട്ട് നമ്മൾ പല വാലീസിലേക്കായിട്ട് പോയി. അതിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം പോണി റൈഡ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഫോട്ടോ സ്റ്റോപ്പുണ്ട്, ഐ ലവ് പഹൽഗാം എന്നുള്ളത്. അവിടെ ഇറങ്ങി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. അന്ന് ആ ഫോട്ടോ എടുക്കുമ്പോഴൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ നാട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അൺവാണ്ടഡ് ഇൻസിഡൻറ്റ് പഹൽഗാമിൽ ഉണ്ടായത്. അപ്പോൾ അവിടെ നമുക്ക് വളരെ അതിശയകരമായി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ അങ്ങനെ സെക്യൂരിറ്റി അത്രയുമായിരുന്നു. ഓരോ വഴിയിലും 2 പട്ടാളക്കാർ വീതം അങ്ങനെ നിൽക്കുന്നു, വഴിനീളെ പട്ടാളക്കാർ. അത്രയും സെക്യൂരിറ്റി നമ്മൾ കണ്ടപ്പോൾ ഇത് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് കേട്ടപ്പോൾ നമ്മൾ വളരെയധികം ഷോക്ക്ഡായിപ്പോയി. പിന്നെ കാശ്മീരികളെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര റെഡിയാണ് അവർ. നമ്മൾ പോലും ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമെങ്കിലും അവരങ്ങനെയല്ല. അവരെ നാട്ടിൽ വരുന്ന എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അതിൽ എല്ലാവരും തന്നെ നന്നായാലും ഒരാൾ മതിയല്ലോ അത് മൊത്തം തീർക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ സ്ഥലം പിന്നീട് ആലോചിക്കുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാനേ തോന്നില്ല. അവിടെ വെച്ച് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ വളരെയധികം വിഷമം തോന്നി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചത്. അങ്ങനെ ഇനി ഓരോ വാലീസിനെ കുറിച്ചായിട്ട് പറഞ്ഞുതരാം.
അങ്ങനെ ഞങ്ങൾ അന്ന് ഫസ്റ്റ് പോയത് ഇവിടെയാണ് ചന്ദൻ വാലി. ചന്ദൻ വാലിയിലേക്കാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് പോയത്. ആ വാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് അമർനാഥ് കേദാർനാഥ് യാത്രയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. അപ്പോൾ പിലിഗ്രിമേജിൽ അമർനാഥ് കേദാർനാഥ് പിലിഗ്രിമേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് അവിടെ നിന്നാണ് അവരുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണ യാത്രകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നു. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാല്യൂ, അവിടെയും സ്നോയും ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമലി മറ്റ് ഏരിയാസിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മാഗ്നറ്റ്സ് അങ്ങനത്തെ ഇതിനൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മാതിരി വാലികളുടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളിൽ അതിൻ്റെ പകുതി റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവിടേക്ക് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. എല്ലാവരും പോണി റൈഡിൽ അങ്ങനെ താഴോട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ കാറെടുത്ത് പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് അവർ കിട്ടുന്നതാവട്ടെ എന്ന് കരുതിയിട്ട് അവിടെ ഇത്തിരി റേറ്റ് കുറവാണ് നമ്മൾ കണ്ടത്. പിന്നെ അതിന് ശേഷം ഞങ്ങളടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങി. അപ്പോൾ ഇതും ഒരു എന്താ പറയുക, ശരിക്കും ഭൂമിയിലെ സ്വർഗമെന്നൊന്ന് പറയാവുന്ന സ്ഥലം കാശ്മീരാണെന്നാണ് ഓരോ സ്പോട്ടും നമുക്ക് പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ അവിടെ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ. ട്രക്കിങ്, പിന്നെ ഹൈക്കിങ്, സ്ലെഡ്ജിങ്, ഇതെല്ലാം എല്ലാ ആക്ടിവിറ്റീസും അവിടെയും അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഞങ്ങളതിനൊന്നും പോയില്ല. ഞങ്ങളവിടെ കണ്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളന്ന് തിരിച്ച് അടുത്ത വാലിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ പോയത് ബേട്ടാബ് വാലി. ബേട്ടാബ് വാലി എന്നാണ് ആ വാലിയുടെ പേര്. അതിൻ്റെ ആദ്യത്തെ പേര് ഹാജൻ വാലി എന്നായിരുന്നു. അവിടെ ബേട്ടാബ് എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്തത് ആ വാലിയിൽ വെച്ചിട്ടായിരുന്നു. അതിന് ശേഷമാണ് അതിനെ ബേട്ടാബ് വാലി എന്ന് വിളിക്കാനായിട്ട് തുടങ്ങിയത്. ആ ബേട്ടാബ് വാലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റും നല്ല ലഷ് ഗ്രീൻ വെജിറ്റേഷൻസാണ്, സ്നോ കവേർഡ് മൗണ്ടൻസ്. മൊത്തത്തിൽ വേറൊരു ഫീലാണ് അവിടെ വരുമ്പോൾ നമുക്കുള്ളത്. പിന്നെ ആ കൂട്ടത്തിൽ പുലർച്ചെ ആടുകളായിട്ട് മേയ്ക്കാൻ വരുന്ന കുറേ ആട്ടിടയന്മാരെ കണ്ടു. ആട്ടും കൂട്ടങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ഒരു ഏരിയ. പിന്നെ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴേ നമുക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ. അത്രയും രസകരമായിട്ടുള്ളൊരു സ്ഥലം. അവിടേക്ക് നമുക്ക് എൻട്രി ഫീസായിട്ട് 100 റുപ്പീസാണ് ഉള്ളത്. പിന്നെയും അതിന് ശേഷവും ഒരുപാട് ഫിലിംസിൻ്റെ ഷൂട്ട് അവിടെ നടന്നിട്ടുണ്ട്. ബജ്രംഗ് ബൈജാൻ, യേ ജവാനി അങ്ങനെ 1-2 ഫിലിംസ്, 1-2 അല്ല കേട്ടോ, എൻ്റെ ഓർമ്മയിൽ വരുന്നത് അത്രയേ ഉള്ളൂ. ഒരുപാട് ഫിലിംസിൻ്റെ ഷൂട്ട് അവിടെ നടന്നിട്ടുണ്ട്. അതും നല്ലൊരു സുന്ദരമായൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടേക്കാണ് രണ്ടാമതായിട്ട് പോയത്. ഈ വാലീസൊക്കെ കാണുമ്പോൾ ഒരു കോമൺ ഫാക്ടറായിട്ടുള്ളത് അവിടെ മൗണ്ടൻസൊക്കെ സ്നോ കവേർഡാണ്, പിന്നെ ലഷ് ഗ്രീൻ ഏരിയ ആണ്. ഇതാണ് കോമൺ ആയിട്ടുള്ളത്. ഈ ഇപ്പോൾ ഇൻസിഡൻറ്റ് നടന്ന ബൈസറൻ വാലി എന്ന് പറയുന്നത് അതിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവിടുത്തെ ആ ഒരു ബ്യൂട്ടിനെസ് കണ്ടിട്ട്. അപ്പോൾ എല്ലാ വാലീസിനും കോമൺ ആയിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ എത്തി. അവിടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകും. നമ്മൾ ഓരോ വാലിയിൽ നിന്ന് അടുത്ത വാലിയിലേക്ക് പോകുന്ന വഴി നമ്മൾ കണ്ട ഒരു ടെമ്പിളാണ് ഗൗരീശങ്കര ടെമ്പിൾ. ഈ ഗൗരീശങ്കര ടെമ്പിൾ എന്ന് പറയുന്നത് ലോർഡ് ശിവ ആൻഡ് പാർവതിയുടെ ടെമ്പിളാണ്. ശിവയെ ശങ്കരിൽ നിന്നും പാർവതീനെ ഗൗരി എന്നും വിളിക്കുമല്ലോ, അങ്ങനെ ഗൗരി ശങ്കര ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത, ഇതൊരു 400 വർഷത്തോളം പഴക്കമുള്ളൊരു ടെമ്പിളാണ്. ആ സമയത്ത് 400 വർഷം മുന്നേ ഇവിടെ കാശ്മീരിലെ ഒരു മെയിൻ റിലീജിയൻ എന്ന് പറയുന്നത് ഹിന്ദുയിസം ആയിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ടെമ്പിളാണ്. പഴയ ലോക്കൽ സ്റ്റോൺസും പിന്നെ മൊത്തം വുഡ് വർക്കാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും, വെതർ പ്രോബ്ലംസ്, നാച്ചുറൽ കലാമിറ്റീസ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ ടെമ്പിൾ ഇത്രയും വർഷമായിട്ട് പിടിച്ചു നിൽക്കുകയാണ്. വളരെ ഒരു പീസ്ഫുൾ പ്ലേസായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്തത്. ഒരു ചെറിയ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കാണാനായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നിന്ന് നോക്കി. അകത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആ ടെമ്പിളൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ മുസ്ലിംസാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ആ ഒരു ടെമ്പിൾ ഇപ്പോഴും ആരാധനയും പൂജയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടെമ്പിൾ നമ്മൾ കണ്ടു.
അങ്ങനെ ബേട്ടാബ് വാലി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അരു വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലാണ് ഈ അരു വാലി ഉള്ളത്. ഈ അരു വാലിയിൽ തന്നെ ആണ് അവിടെ ഒരു ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അതും ഇതുപോലെ എല്ലാ വാലീസും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടല്ലോ. മെഡോസും പിന്നെ ഗ്രീൻ ലാൻഡ്സും ഇതൊക്കെ തന്നെയാണ് അവിടെയും ഉണ്ടായിരുന്നത്. അതും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനായിരുന്നു. അവിടെയും ഈ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് പോസിബിളാണ്, ട്രക്കിംഗ്, ഗ്ലൈഡിങ് എല്ലാതും. അങ്ങനെ നമ്മൾ കണ്ട 3 വാലീസാണ് ചന്ദൻ വാലി, ബേട്ടാബ് ആൻഡ് അരു വാലി. ഈ 3 വാലീസിനെ അരു വാലി, ബേട്ടാബ് വാലി, ചന്ദൻ വാലി വാലീസ് ഇതിൻ്റെ 3ൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ട് ABC വാലീസ് എന്നാണ് ഇവരെ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വാലീസ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ ഒരുപാട് അങ്ങനത്തെ വാലീസ് കാണാനുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടും കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലീസ്. പിന്നെ പഹൽഗാമിലുള്ളതാണ് ബൈസറൻ വാലി, നമ്മൾ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ബൈസറൻ വാലി. അവിടേക്ക് നമ്മൾ ഹോഴ്സ് റൈഡിൽ തന്നെ പോകണം. അതാണ് അടുത്തത്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാലീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ വാലീസൊക്കെ കണ്ട് ഇനിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പറഞ്ഞായിരുന്നു. ഡ്രൈവറും നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും നിർത്തിത്തരാനും ഫോട്ടോ എടുക്കാനും നമ്മുടെ കൂടെ കൂടാനും ഒക്കെ ആളും റെഡിയായിരുന്നു. പിന്നെ വഴിനീളം നമ്മൾ വേറെ കണ്ട ഒരു കാര്യം, ആടുങ്ങളെയൊക്കെ കൊണ്ടുവച്ച് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്ത് അവരെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക. അതിന് 50 രൂപ. അങ്ങനെ പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാശ്മീരികൾ ഒരുപാട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. ആരും തന്നെ പണിയെടുക്കാതെ കാശ് കണ്ടെത്തണം എന്നുള്ള ഒരു രീതി കണ്ടില്ല. അതായത് അവിടെ ഒരു ബെഗ്ഗേഴ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റേ നമ്മൾ കണ്ടില്ല. യാചകരേ ഇല്ലാത്തൊരു ഏരിയ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആരോഗ്യമുണ്ടെങ്കിലും യാചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെ ഒരു കാര്യം കണ്ടില്ല. എല്ലാവരും അവരവരുടെ പ്രായത്തിനനുസരിച്ച് ഉള്ള ജോലികളിൽ മുഴുകിയിട്ടുള്ളതാണ് കണ്ടത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. വാലീസൊക്കെ കണ്ട് ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങി. പോകുന്ന വഴി നമ്മൾ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങൾ കണ്ടു. ശരിക്കും ഇത് ആപ്പിളിൻ്റെ സീസണല്ല. ആപ്പിളിൻ്റെ സീസൺ വരുന്നത് ഒക്ടോബർ ടു ഡിസംബറിലാണ്. ഇപ്പം നിറച്ചും മരങ്ങൾ പൂവിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ആകർഷിക്കാൻ വേണ്ടി അവർ 1-2 ആപ്പിളൊക്കെ ഈ മരങ്ങളിൽ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മളത് കാണുമ്പോൾ അത് ആപ്പിൾ ഉണ്ടായതാണോ എന്ന് തോന്നും. അങ്ങനെ നമ്മുടെ ഗൈഡിന് പരിചയമുള്ള ഒരു ആപ്പിൾ തോട്ടത്തിൽ നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ ഗാർഡനിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവരുടെ ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് കാണിച്ചു തന്നു. അതായത് ഗ്രീൻ ആപ്പിളിൻ്റെ പിക്കിള്, സാധാരണ ആപ്പിളിൻ്റെ പിക്കിള്, പിന്നെ ജ്യൂസസ്, ജാമ്, ബ്ലൂബെറി, അവിടെ ഉണ്ടാകുന്ന ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ജാമ്, വിനീഗർ, അങ്ങനെ അതിൻ്റെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണിച്ചു തന്നു. അവിടെ തന്നെ സെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ശരിക്കും ചെയ്യുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആപ്പിൾ ഹാർവെസ്റ്റിംഗ് നടക്കുമ്പോൾ അത് ഇവർ സ്റ്റോർ ചെയ്ത് വെക്കും. ബാക്കിയുള്ള മാസങ്ങളിൽ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇവർ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കും. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഈ സമയത്ത് നമുക്ക് ആപ്പിൾ പർച്ചേസ് ചെയ്യാൻ കിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയിലേക്ക് മൊത്തമായിട്ട് 1 കിലോ ആപ്പിൾ അവർ തന്നു. അല്ലാതെ അവർ തരില്ല. അപ്പം ജ്യൂസ് അടിക്കുന്നത് തന്നെയാണെങ്കിൽ വളരെ ഫ്രഷായിട്ടാണ്. ആപ്പിൾ എടുക്കുന്നു, വേറെ വെള്ളം പോലും ചേർക്കാതെ നേരെ ക്രഷ് ചെയ്ത് നമുക്ക് ജ്യൂസ് തരികയാണ്. അങ്ങനെ എല്ലാവരും ജ്യൂസ് കുടിച്ചു. ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അത്രയും ഫ്രഷായതും അത്രയും മധുരമുള്ളതായിരുന്നു ആപ്പിൾ ജ്യൂസ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അതൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ പ്രൊഡക്ട്സൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ പാർട്ടിൽ നമ്മൾ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്യണത്. Thank you. Keep watching and give comments. Thank you.